CPM വീണ്ടും അധികാരത്തിൽ വന്നാൽ CPM നശിക്കും. ഇപ്പോ അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് നശിക്കും. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് BJPയെ സ്വാധീനിക്കുന്ന പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞിടത്താണോ നായന്മാരൊക്കെ വോട്ട് ചെയ്യുന്നത്? അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി ജയിപ്പിക്കണം എന്ന് പറഞ്ഞ ആൾ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ ആൾ ജയിക്കുകയാണല്ലോ ഇവിടെ കാണുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ ആൾ ജയിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗുരുവിന്റെ ഉപദേശം കേട്ട് നടക്കുന്ന ഗവൺമെന്റ് ആണ് തൻ്റേത്. ഏത് ഗവൺമെന്റ്? സ്വന്തമായി മദ്യം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പേര് നിർദ്ദേശിക്കുന്നവർക്ക് 10,000 ഉറുപ്പ്യ സമ്മാനം കൊടുക്കുന്നതിന് പരസ്യം കൊടുക്കുന്ന ഗവൺമെൻറ്റാണ്. BJP ആയിട്ടാണ് CPMന്റെ കൂട്ട്. ഒരു വൃദ്ധൻ നടന്നു പോകുമ്പോൾ കയറ്റിന്ന ഈ നടന്നു പോകുന്ന വൃദ്ധന്മാർക്ക് കയറാനുള്ളതാണോ നമ്പർ 1 എന്ന് പറയുന്ന കാറ്? ഈ സമസ്തയായിട്ടുള്ള ഒരു ബന്ധമുണ്ടല്ലോ ലീഗിൻ്റെത്, അത് ലീഗിന് ആപത്താണ്. പക്ഷെ എന്റെ പ്രശ്നം എന്താ വെച്ചാല് ഇത്തരം കാര്യങ്ങളിൽ ഇവർ അഭിപ്രായം പറയാൻ ലീഗ് വിടാൻ പാടില്ല. അവർ മതകാര്യങ്ങളാണ്, അവർക്കിതൊന്നും അറിഞ്ഞൂടാ. അവർക്ക് ജനാധിപത്യം എന്താണെന്നോ പുതിയ കാലം എന്താണെന്നോ പുതിയ ദേശം എന്താണെന്നോ ഒന്നും അറിയുന്ന പാർട്ടികളല്ല അവരാരും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ ന്യൂനപക്ഷ അവകാശം വരുമ്പോൾ ഭരണഘടന വേണം, സ്ത്രീപുരുഷ സമത്വം വരുമ്പോൾ ഭരണഘടന വേണ്ട. എങ്ങനെയത്? ഇവര് ശരിക്കും ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ടോ? അവർക്ക് ഭരണഘടന എന്താ പറയുന്നത് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അവർക്ക് അവരുടെ മതമൗലികവാദമാണ് അവർക്കുള്ളത്. അവർക്ക് പാരമ്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ പണി. പിന്നെ ലീഗിന്റെ വോട്ട് ബാങ്ക് ആണ് സമസ്ത. അതിലാണ് ഇപ്പം പിന്നെ CPM കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. ഈ ജിഫ്രി തങ്ങളെയും മുക്കം ഉമർ ഫൈസി അവരൊക്കെ പിടിച്ചിട്ട്, കാരണം അവരെ നേരിട്ട് സമീപിച്ച് അവർക്ക് നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിക്കാം എന്നൊക്കെ ആക്കിയിട്ട്, കാരണം ലീഗ് വേണ്ട നിങ്ങൾക്ക് ഭരണത്തിൽ സ്വാധീനം ചെലുത്താൻ എന്നാക്കിയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. അല്ല, അത് അവരുടെ രാഷ്ട്രീയം, ഞാൻ പറയാ. അപ്പൊ അവരൊന്നും അല്ല ലീഗ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ലീഗ് എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ തൊഴിലാളികൾ, ഇവിടുത്തെ സ്ത്രീകൾ, ഇവിടുത്തെ യുവാക്കൾ, ഇവിടുത്തെ യുവതികൾ, അവരുടെ മാനസികവും സാമ്പത്തികവും തൊഴിൽപരമായ പ്രശ്നങ്ങൾ ഇടപെടുക വേണ്ടത്. അവരവിടുത്തെ വികസനം കാര്യം നീതിക്ക് വേണ്ടിയാണല്ലോ പൊരുത്തേണ്ടത്. അപ്പോൾ അല്ലാതെ ഈ പുരോഹിതന്മാർ പറഞ്ഞ ഒന്നാമത് ഇവർ പറഞ്ഞ കേട്ടാലാണ് വോട്ട് ചെയ്യുന്നുള്ള വലിയ തെറ്റിദ്ധാരണയാണ്. ഇപ്പം ഈ CPMലുള്ള തെറ്റിദ്ധാരണ എന്താ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിടത്താണ് ഈഴവന്മാർ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ സംഭവം ഇല്ല. സ്വകാര്യമാണ് വോട്ട്. വോട്ട് സ്വകാര്യമാണ്, നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞിടത്താണോ നായന്മാരൊക്കെ വോട്ട് ചെയ്യുന്നത്? അങ്ങനെയല്ലല്ലോ. എന്ന മാതിരി തന്നെ ഇവർ ഈ ജിഫ്രി തങ്ങൾ പറയുന്നിടത്താണ്, അല്ലെ മറ്റേ തങ്ങൾ പറയുന്നിടത്താണ്, അല്ലെ കാന്തപുരം പറയുന്നിടത്താണ് വോട്ട് ചെയ്യുന്നത്. ഒന്നും ഒരു സ്വാധീനം ഉണ്ടാകാൻ പറ്റില്ല. പക്ഷെ അത് നിർണായകമാണ് എന്ന് വിചാരിക്കരുത്. ഡിസൈസീവ് ഫാക്ടർ എന്ന് പറയുമല്ലോ, അങ്ങനെയല്ല. ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ അടുത്തിടയ്ക്ക് ലീഗിനെതിരെ വളരെയധികം വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ അതൊരു സാമുദായിക പാർട്ടിയാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, മുസ്ലിം ലീഗിനെ പറ്റി അദ്ദേഹം വിമർശിക്കട്ടെ, അതിൽ എനിക്കൊരു പരാതിയില്ല, അവർ മറുപടി പറഞ്ഞോട്ടെ. പക്ഷെ അദ്ദേഹം മുസ്ലിം ലീഗിനെ മാത്രമല്ല വിമർശിക്കുന്നത്. അദ്ദേഹം വിമർശിക്കുന്നത് മലപ്പുറം ജില്ല ഒരു മതരാഷ്ട്രമാണെന്ന് പറയും. അത് ലീഗ് വിമർശനമല്ല. അവിടെ ഈഴവന്മാർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയും. അതിന് മറുപടി പറയേണ്ടത് വെള്ളാപ്പള്ളി നടേശനാ, അല്ല ക്ഷമിക്കണം, പിണറായി വിജയനാണ്. അദ്ദേഹമാണ് മുഖ്യമന്ത്രി. 10 കൊല്ലമായിട്ട് അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ്. അപ്പോൾ അവിടെ ഇവർക്ക് ഈഴവന്മാർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ മലപ്പുറത്തുണ്ടെങ്കിൽ അതിന് മറുപടി ഉണ്ട് മുസ്ലിം ലീഗല്ല, മുഖ്യമന്ത്രി മറുപടി പറയണം അതിന്. പിന്നെ അവിടെ ഈഴവന്മാർക്ക് സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നില്ല. 10 കൊല്ലമായിട്ട് അദ്ദേഹത്തിൻ്റെ വെള്ളാപ്പള്ളിയുടെ പ്രിയ സുഹൃത്ത് പിണറായി അല്ലേ ഭരിക്കുന്നത്. എന്താ കൊണ്ടുവരാൻ പറ്റാത്തത്? ആരോടെ ചോദിക്കുന്നതിന്? അത് ലീഗാണ് അതിന് മറുപടി പറയുന്നത്. അതൊന്നും വിമർശനമല്ലല്ലോ, അതൊക്കെ അസംബന്ധമല്ലേ. ഇപ്പം മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത ഏതോ വിദേശ രാജ്യമൊന്നും അല്ലല്ലോ മലപ്പുറത്തുള്ള നമ്മളൊക്കെ നടക്കുന്നത്. ഈ മലപ്പുറത്തിനെ കുറിച്ച് നോർത്തിലൊക്കെ ഉള്ള ഒരു പ്രചരണം. അതെ, അല്ല, അത് വെള്ളാപ്പള്ളി നടേശൻ വർത്തമാനം BJPക്ക് വേണ്ടിയാ. അദ്ദേഹം മുസ്ലിങ്ങളെ മാത്രമല്ല ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ, ക്രിസ്തീയ പള്ളികളിലൊക്കെ ചർച്ചുകളിലൊക്കെ വിദേശ പണം കുന്നുകൂടുകയാണ്. കണക്കല്ലാത്ത പണമുണ്ട്. പണം കൊടുത്ത് അവർ ആളുകളെ മതപരിവർത്തനം നടത്തുന്നുണ്ട്. അതൊക്കെ ക്രിമിനൽ കുറ്റാണ്. അതിന് നടപടിയെടുക്കേണ്ടത് പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് നോക്കുന്ന ആള് കേസെടുക്കണം. പിന്നെ ഇദ്ദേഹം ഇത്ര കാലമായിട്ട് നിരന്തരം ഈ വിദ്വേഷ പ്രസംഗം നടത്തുന്നില്ലേ, ഹേറ്റ് സ്പീച്ച്, അത് ക്രിമിനൽ കുറ്റല്ലേ? എന്താ നടപടിയെടുക്കാത്തത്? പിണറായി വിജയൻ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്കെതിരായിട്ട് നടപടിയെടുക്കാത്തത്? ഈഴവ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ? ഇനി ഈഴവ വോട്ടൊക്കെ
അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി ജയിപ്പിക്കണം എന്ന് പറഞ്ഞ ആള് തോൽപ്പിക്കണം എന്ന് പറഞ്ഞ ആൾ ജയിക്കുകയാണല്ലോ ഇവിടെ കാണുന്നത്. ഇപ്പൊ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ ആള് ജയിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ജയിപ്പിക്കണം എന്ന് പറഞ്ഞ ആള് തോറ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. സുകുമാരൻ നായർ പിന്നെ എപ്പോഴും നിവൃത്തിയുണ്ടെങ്കിൽ ഒന്നുകൂടി മാറി നിൽക്കും. സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ട് രഹസ്യമായിട്ട് അദ്ദേഹം പറയണ്ടാവും. എനിക്കറിഞ്ഞൂടാ, നമുക്ക് അറിയാത്ത പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ആക്ഷേപിക്കുക, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളും തമ്മിൽ തല്ലിക്കുക, ഇതൊക്കെ വെള്ളാപ്പള്ളി എടുക്കുന്ന ആർക്ക് വേണ്ടിയാണ്? BJPക്ക് വേണ്ടിയാ. കാരണം വെള്ളാപ്പള്ളി സ്ഥാപിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BDJS. അതിന്റെ പ്രസിഡന്റ് ഇദ്ദേഹത്തിന്റെ പുത്രൻ തുഷാർ വെള്ളാപ്പള്ളിയാ. അത് BJP നേതൃത്വം കൊടുക്കുന്ന NDAയുടെ അംഗത്വമുള്ള പാർട്ടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ താല്പര്യം എവിടെയാ? ഒരു കാല് BJPയിലും ഒരു കാല് CPMലും, മറ്റേ പിണറായിയുടെ കൂടെ. ഞാൻ മനസ്സിലാക്കുന്നത് BJPക്കും പിണറായി വിജയനിടയിലുള്ള പാലമാണ് വെള്ളാപ്പള്ളി നടേശൻ കൊണ്ട് ആവശ്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് BJPയെ സ്വാധീനിക്കുന്ന പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ തെളിവ് പറയാം. അസംബ്ലി ഇലക്ഷന് വേണ്ടിയിട്ടുള്ള അസംബ്ലി ഇലക്ഷൻ ഒന്നും അല്ലത്. അസംബ്ലി ഇലക്ഷൻ ഇപ്പോഴല്ലേ? അല്ല, ഈ വെള്ളാപ്പള്ളി നടേശൻ വിചാരിച്ചിട്ട് ഏത് ഗവൺമെന്റിനെ മറിച്ചിട്ടത്? ഏത് ഗവൺമെന്റ് അതേ ഉണ്ടായിക്കൊണ്ടത്? ഇവിടെ ഞാൻ ചോദിക്കുന്നത് 27% മുസ്ലിങ്ങളുണ്ട് ഇവിടെ, 18% ക്രിസ്ത്യാനികളുണ്ട്. ഇവരൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ് വോട്ട് ചെയ്യും. അപ്പോൾ 40% ആയില്ലേ? അല്ലേ? അല്ല, ആലോചിച്ചു. പിന്നെ ഇവിടുത്തെ നായന്മാർ, ഇവിടുത്തെ നമ്പൂരിമാർ, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം വോട്ട് എന്ന് പറയുന്നത് കോൺഗ്രസ് വോട്ട്, ലീഗിൻ്റെ വോട്ട്, CPMൻ്റെ വോട്ട്, CPIയുടെ വോട്ട് എന്നല്ല ഞാനും ആദ്യം പറയുന്നത്. മുസ്ലിം വോട്ട്, ഈഴവ വോട്ട്, ക്രിസ്ത്യാനി വോട്ട്, നായർ വോട്ട് എന്നാ. ഇതൊക്കെ ജനാധിപത്യം കെട്ടുപോകുന്നതിൻ്റെ അവസ്ഥയല്ലേ? ഈ ഡിവൈഡ് ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വെള്ളാപ്പള്ളി നടേശൻ വഹിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന സംരക്ഷണ സമിതി ചെയർമാനൊക്കെ വെച്ചിരിക്കുക. എന്തൊരു പരിഹാസം എന്നടിച്ചു. കേരളീയ ജനതയെ മുഴുവൻ പരിഹസിക്കുന്ന ഒരു പണിയല്ലേ ഈ വെള്ളാപ്പള്ളിക്ക്. എന്ന് നവോത്ഥാന, അദ്ദേഹത്തിന് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവും? അല്ല, അദ്ദേഹത്തിന് അങ്ങനെ സങ്കല്പമുണ്ടോ? ഇപ്പം നാരായണ ഗുരു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? ജാതി ചോദിക്കരുത്, വേറെ നിന്ന് പറയും മദ്യം കഴിക്കരുത്. ഇത് രണ്ടും ചെയ്യുന്ന ഒരാളാണ്. മദ്യം കഴിക്കുക, അദ്ദേഹം മദ്യം വിൽക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കള്ള് ചെത്തരുത്, അത് വിൽക്കരുത്, അത് വാങ്ങരുത്, കുടിക്കരുതെന്നാണ് ഗുരുപദേശം. എന്നിട്ട് പിണറായി വിജയൻ പറയാണ് ഗുരുവിൻ്റെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന ആളാണ് ആര്? വെള്ളാപ്പള്ളി. അദ്ദേഹം സ്വയം അവിടെ വർക്കലയിൽ പ്രസംഗിക്കാത്തത് ഗുരുവിൻ്റെ ഉപദേശം കേട്ട് നടക്കുന്ന ഗവൺമെൻറ്റാണ് തൻ്റേത്. ഏത് ഗവൺമെൻറ്? സ്വന്തമായി മദ്യം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പേര് നിർദ്ദേശിക്കുന്നവർക്ക് 10,000 ഉറുപ്പ്യ സമ്മാനം കൊടുക്കുന്നതിന് പരസ്യം കൊടുക്കുന്ന ഗവൺമെൻറ്. അത് നാട്ടുകാരുണ്ടാക്കുന്നത്, മുതലാളിമാരുണ്ടാക്കുന്നത് പോരായിട്ട് സർക്കാർ സ്വന്തം മദ്യം ഉൽപ്പാദിപ്പിക്കുക. എന്നിട്ട് അതിനെന്ത് വേണം? അതിനൊരു പേര് വേണം. അതാര് വേണം? നാട്ടുകാർ പറയണം. അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അതിന് സമ്മാനം. എന്നിട്ട് പറയും ഇത് ഗുരുവിൻ്റെ ഉപദേശം കേട്ടാണ്. ഏത് ഗുരു എന്ത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുക? എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം ഞാൻ വേറെ ഒരു ഉദാഹരണം അതിലേക്ക് പറഞ്ഞുതരാം. 2006 ഞങ്ങളുടെ ഇവിടുത്തെ MLA ആയിരുന്ന മത്തായി ചാക്കോ മരിച്ചു. CPM ആയിരുന്നു. എനിക്കൊരു ചെറിയ പരിചയം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഒരു ഇലക്ഷന് മത്സരിച്ച് ജയിച്ചിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം സുഖമില്ലാതെയായി 5-6 മാസം കൊണ്ട് മരിച്ചുപോയി. അദ്ദേഹം മരിച്ചപ്പോൾ ഇവിടുത്തെ താമരശ്ശേരി രൂപതയാണ്. രൂപതയിലെ ബിഷപ്പ് പറഞ്ഞു അദ്ദേഹം ബോധപൂർവം അന്ത്യകൂദാശ സ്വീകരിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മത്തായി ചാക്കോ വിശ്വാസിയായിരുന്നു എന്നാണ്. അത്രയല്ലേ ഉള്ളൂ. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തെ പരിചയമുള്ള ഒരു ബിഷപ്പ് സത്യമായിട്ടോ അസത്യമായിട്ടോ ഒരു കാര്യം പറഞ്ഞു. അന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണെന്നറിയോ? ആ പറഞ്ഞത് പച്ചക്കള്ളമാണ്, ആ പറഞ്ഞ ആൾ നികൃഷ്ടജീവിയാണ്, ഒരു മനുഷ്യനെ പറ്റി പറയാൻ പാടില്ല, നികൃഷ്ടജീവിയാണ് എന്നൊരു വൈദികനെ, ഒരു ബിഷപ്പിനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ശരിയല്ല എന്ന് പറഞ്ഞാൽ കഴിച്ചല്ലോ. ഇതേ പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറയാണ് പിണറായി വിജയൻ ഭക്തനാണ്. അദ്ദേഹം അങ്ങനെ പറയുന്നു പറഞ്ഞിട്ടില്ല, തിരുത്തിയിട്ടില്ല. അപ്പോൾ ഭക്തനാണെന്ന് 4 ആൾ വിചാരിച്ചോട്ടെ. അപ്പോൾ മത്തായി ചാക്കോനെ പറ്റി ബിഷപ്പിന് പറയാൻ പാടില്ല, വിജയനെ പറ്റി അത് വെള്ളാപ്പള്ളിക്ക് പറയാം. അപ്പോൾ വെള്ളാപ്പള്ളിക്ക് എത്രയാ സ്ഥാനം? എങ്ങനെയാ മുഖ്യമന്ത്രിയുടെ കാറിൽ അദ്ദേഹത്തെ കയറ്റിക്കൊണ്ടുവരിക? ഹിന്ദു പുരാണങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. എന്ത്? ദേവേന്ദ്രൻ വീരന്മാരെ ബഹുമാനിക്കാൻ വേണ്ടി അർദ്ധാസനം കൊടുക്കുന്നു. അങ്ങനെ അർദ്ധാസനം കൊടുത്ത് കൊണ്ടുവന്നാ
അല്ല, നവോത്ഥാന സംരക്ഷണ സമിതി ചെയർമാനായിരിക്കാൻ ഇദ്ദേഹത്തിന് എന്താ അർഹതയുള്ളത്? ആലോചിച്ച് നോക്കൂ. ഇത്രയധികം വർഗീയമായ ചേരുവരുണ്ടാക്കാൻ വേണ്ടി വിദ്വേഷ പ്രസംഗം നടത്തുന്ന ഒരാളെ നവോത്ഥാന സംരക്ഷണ സമിതി പ്രസിഡന്റാക്കി വെച്ചാൽ ആരതിനെ ബഹുമാനിക്കും, ആരതിനെ അംഗീകരിക്കും? അപ്പോൾ പിണറായി വിജയന് വ്യക്തിപരമായി എന്തെല്ലാം ആവശ്യമുണ്ടോ അതൊക്കെ BJP ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് നേടിക്കൊടുക്കുന്ന ആളുടെ പേരാണ്, നേടിക്കൊടുക്കുന്ന ആളുകളിൽ ഒരാളുടെ പേരാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്ന എല്ലാ അസംബന്ധവും ഇദ്ദേഹം മൗനം കൊണ്ട് അനുവദിക്കുന്നത്. ഈ പിണറായിക്ക് BJP ആയിട്ടുള്ള ബന്ധം പേഴ്സണൽ ആയിട്ടുള്ള ബെനിഫിറ്റ് ആണോ അതോ പാർട്ടിക്ക് എന്തെങ്കിലും ഉപകാരം ഇതിന്നുണ്ടാവും? എനിക്ക് അറിഞ്ഞൂടാ. അത് പല ആരോപണമുണ്ട്. അത് ആരോപണമായതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷെ നമുക്കിത് കണ്ടാൽ മനസ്സിലാവുമല്ലോ ആ കാര്യം എന്താണ്, അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഞാൻ ചോദിച്ചില്ലേ, പറഞ്ഞില്ലേ, ബിഷപ്പ് മരിച്ചുപോയ മത്തായി ചാക്കോനെ പറ്റി പറഞ്ഞപ്പോൾ ഇത്ര ക്ഷോഭിക്കുന്ന ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഭക്തനാണ് എന്ന് പറയും. എന്തുകൊണ്ട് അദ്ദേഹം മൗനം പാലിക്കുന്നത്? അത് ഒരു പ്രശ്നമല്ലേ? നമ്മുടെ മുഖ്യമന്ത്രി അത് അദ്ദേഹത്തിൻ്റെ എല്ലാ കാറ്, ആ കാറ് ആതിരയും ഞാനും നികുതി കൊടുക്കുന്ന പണം കൊണ്ട് ഓടുന്ന കാറാ. അതിൽ ആരെപ്പോൾ കയറണം നമുക്ക് കൂടി അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിൽ തെറ്റില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അവരുടെ പാർട്ടി നയം അങ്ങനെ അല്ല എന്ന് ഹസ്കർ പറഞ്ഞല്ലോ, അഡ്വക്കേറ്റ് ഹസ്കർ പറഞ്ഞല്ലോ. അദ്ദേഹം CPM കാരനാണല്ലോ. EMS മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മക്കള് കാറിൽ കയറാതെ നടന്നാണ് സ്കൂളിൽ പോയിരുന്നത് തിരുവനന്തപുരത്ത്, സ്വന്തം മക്കള്. എന്നിട്ടാണ് ഈ ശരിക്കും ഒരു സമുദായത്തിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന വിഷം തുപ്പുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തെ പോലെ ഒരാളെ കയറ്റിയിട്ട് അതിനൊക്കെ സ്വീകാര്യത, അംഗീകാരം ഉണ്ടായി കൊടുക്കുക. അതാണ് പിണറായി ചെയ്തത്. ആ കാറിൽ കയറ്റാന്നുള്ള ഒരു പ്രതീകമാണ്, അദ്ദേഹത്തിന് കാറിലായിട്ടല്ല. ഈ കാറിൽ കയറ്റിയത് അതാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ തോക്കാനായിട്ടുള്ള ഒരു തുടക്കം. ആ ഒരു പല കാരണങ്ങളുണ്ട്. അതായത് ഈ ഇപ്പൊ തൊട്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പരാജയത്തിന് അനേകം കാരണങ്ങളുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ആശാ പ്രവർത്തകരുടെ സമരം, അതിനോട് കാണിച്ച നിഷേധാത്മക നിലപാടുണ്ട്, വളരെയൊക്കെ ധിക്കാരപരമാണ്. ഒരു സമരത്തിന് മുഖ്യമന്ത്രി അവരെ വിളിച്ചില്ലല്ലോ, അവരെ പറ്റി നിന്ദിച്ച് പറഞ്ഞല്ലോ പല മന്ത്രിമാരും നേതാക്കന്മാരും. പാവപ്പെട്ട പ്രവർത്തകരില്ലേ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന പാവപ്പെട്ട സ്ത്രീകളല്ലേ. ഒരു ഉദാഹരണം പറയാം. ഇതുപോലെ അനവധി കാര്യങ്ങളുണ്ട്. ഇപ്പം സാമൂഹ്യക്ഷേമ പെൻഷൻ, അത് മറിയക്കുട്ടിയെ പറ്റി എന്തൊക്കെ അസംബന്ധം പറഞ്ഞു മറിയക്കുട്ടി ഇറങ്ങിയപ്പോൾ. അങ്ങനെ അനേകം കാര്യങ്ങളുണ്ട്. ഇവിടെ വന്നപ്പം KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കോടതി പറയണം, ഹൈക്കോടതി പറയാണ് അവർക്ക് ശമ്പളം കൊടുക്കണം, ഹൈക്കോടതി പറയാണ് അവർക്ക് പെൻഷൻ കൊടുക്കണം. അത് അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലിപ്പോൾ ഒരു കാര്യമാണ് വെള്ളാപ്പള്ളിയുടെ, കാരണം അത് വലിയ ക്ഷോഭം ഉണ്ടാക്കും. വെള്ളാപ്പള്ളിയെ കാത്തു സംരക്ഷിച്ചിട്ട് CPMന് എന്താണ് ആവശ്യമെന്ന് CPMൻ്റെ സെക്രട്ടറി പറയട്ടേന്നേ. ഞാനെങ്ങനെ പറയാം? ഗോവിന്ദ മാഷ് പറയട്ടെ, അദ്ദേഹമാണല്ലോ അതിന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ. അത് അപ്പോൾ അവർ ആര് വിദ്വേഷ പ്രസംഗം നടത്തിയാലും അത് ഞങ്ങളെതിരാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള വാക്ക് പറയില്ല, ആ പേര് പറയാൻ പേടിയാണ്. ഇപ്പം പാർട്ടി രക്ഷപ്പെടാൻ എന്താ വേണ്ടത്? പാർട്ടിക്കകത്ത് വിമർശനം വേണം. ഇപ്പം AK ബാലൻ എന്തൊക്കെ അസംബന്ധാ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി ആലോചിച്ച് നോക്കൂ. എന്താ അദ്ദേഹം പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാം പിന്നെ UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തു. അതിൻ്റെ പിറ്റേന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂക്കേടെന്ന് വെച്ചാൽ അവർക്ക് തെറ്റുപറ്റിയെന്നല്ല പറയുക, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാ പറയാ. തെറ്റംഗീകരിക്കാൻ പറ്റില്ല. തെറ്റംഗീകരിക്കുന്ന പണി അവർക്കില്ല. പിന്നെ തെറ്റ് അംഗീകരിക്കും. സാധാരണ ഇതിൽ 50 കൊല്ലം കഴിയണം, ചുരുങ്ങിയ 25 കൊല്ലം 25 കൊല്ലം കഴിയുമ്പോൾ പാർട്ടി സ്വയം വിമർശനം നടത്തി, ആത്മവിമർശനം നടത്തി, ഞങ്ങൾ ചരിത്രവൽക്കരിച്ചു. അവരുടെ വാക്കത് ചരിത്രവൽക്കരിക്കും. എപ്പോൾ? 25 കൊല്ലം കഴിയണം, 25 കൊല്ലം കഴിയണം. എന്തൊക്കെ അവർ ചരിത്രവൽക്കരിച്ചത്? അപ്പം മഹാത്മാഗാന്ധി ആരാന്ന് തിരിഞ്ഞില്ലല്ലോ. മഹാത്മാഗാന്ധി മരിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ട് കേരള മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 1958 EMSൻ്റെ ഗാന്ധി ഗാൻസ് എന്നുള്ള പുസ്തകം വന്നത്. ഇപ്പോഴാണല്ലോ അവർ ഗാന്ധി എന്താണെന്ന് ആലോചിക്കാൻ പോണത് അല്ലേ? 75 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ AKG സെന്ററിൽ ആഗസ്റ്റ് 15 ദേശീയ പതാക ഉയർത്തിയത്? ചരിത്രവൽക്കരിച്ചല്ലോ. ചരിത്രവൽക്കരണം, ഹിസ്റ്റോറിസൈസ് ചെയ്യാന്ന് പറയും. ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാന്ന് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു പാർട്ടി. ചരിത്രപരമായി വിട്ടിത്തെന്ന് ബസു തന്നെ പറഞ്ഞു അല്ലേ? അത് സോമനാഥ് ചാറ്റർജി സ്പീക്കറായിരിക്കുമ്പോൾ അദ്ദേഹത്തെ രാജിവെപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പോൾ അടുത്ത് മരിച്ചുപോയ സീതാറാം യെച്ചൂരി, വളരെ മിടുക്കനായ ഒരു പാർലമെന്റേറിയൻ, അദ്ദേഹത്തെ ഞങ്ങൾ രാജ്യസഭയിൽ അയക്കാം എന്ന് കോൺഗ്രസ് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. ഇതാണ് ചരിത്രവൽക്കരിക്കൽ. കേരളത്തിന് പുറത്ത് കോൺഗ്രസ് അവരുടെ കൂടെയാണല്ലോ, അല്ലെ? അവർ കോൺഗ്രസിന്റെ കൂടെയാണല്ലോ, അല്ലേ?
തമിഴ്നാട്ടിലല്ലേ, യു പിയിലല്ലേ, അതെ. ഡൽഹിയിലല്ലേ? ഇവിടെ മാത്രമാണ് പ്രശ്നം. എന്താ കാരണം? ഇവിടെ ഇവരുടെ അധികാരം നിലനിൽക്കണം എന്നുള്ളതാണ് കാര്യം. ഇവിടെ അവരുടെ ശത്രു കോൺഗ്രസ്സാ. ഇതിന് പുറത്ത് ഇവിടെ BJP അല്ല അവരുടെ ശത്രു. CPM-ന്റെ പ്രധാന ശത്രു ഇവിടെ BJP അല്ല, കോൺഗ്രസ് ആണ്. കേരളത്തിന് പുറത്ത് എവിടെയും അത് BJP ആണ്. BJP ആണ്. അതെ. പക്ഷേ ഈ കേരളത്തില് ഈ കോൺഗ്രസ് CPM ഫൈറ്റ് ഇന്ത്യ മുന്നണിയെ ബാധിക്കുന്നില്ലേ? ഉറപ്പല്ല. ഇപ്പം ഞാൻ അല്ല, അത് കോൺഗ്രസ്സുകാരുടെ അടുത്തും ചില തെറ്റുണ്ട്. എന്താ വെച്ചാൽ ഇപ്പം ഇതിന് ഒരു പ്രശ്നം, ഇപ്പം എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, ഇതിനൊരു പ്രശ്നം ഉണ്ടാവാത്ത തരത്തിൽ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം കോൺഗ്രസ്സുകാർക്കുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് രാജ്യസഭയിൽ വന്നാൽ മതിയായിരുന്നു. അവിടെ ഇപ്പോൾ ആനിരാജാണ് അവരോട് മത്സരിച്ചത്. ആനിരാജ വളരെ അന്തസ്സുള്ള ഒരാളായതുകൊണ്ട് ബീഹാറിൽ ചെന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ സമരത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചല്ലോ. വോട്ട് ചോരി, വോട്ട് തെഫ്റ്റിനെതിരായിട്ട് പ്രസംഗിച്ചല്ലോ ആനിരാജ. അപ്പം തമിഴ്നാട്ടിൽ ലോക്സഭയിലേക്ക് കോൺഗ്രസിൻ്റെ വോട്ട് കൂടി കിട്ടില്ലേ CPM ജയിക്കുന്നത്. അപ്പം ഇത് യാതൊരു രാഷ്ട്രീയ നയവും ഇല്ല. ലോക്സഭ ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്കിന് കേരളത്തിലും കൂടെ ഇത്തരത്തിലുള്ള ഒരു അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട സമാന്തരം എന്ന് പറയുന്നത് CPM കോൺഗ്രസ് ആണ്. അത് കോൺഗ്രസ്സുകാർക്ക് ഒരു ബുദ്ധിമുട്ടാണ്, CPM-ന് ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണഭോക്താവ് ആരാ? BJP. ഇപ്പം വെള്ളാപ്പള്ളി നടേശനെടുക്കുന്ന പണിയുടെ മുഴുവൻ പ്രയോജനം കിട്ടുന്നത് BJP-ക്കാണ്. അത് പിണറായി വിജയന് ബുദ്ധിമുട്ടില്ല. കൊണ്ട് പിണറായി വിജയന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ടേ, വെള്ളാപ്പള്ളിയെ ആ നവോത്ഥാന സംരക്ഷണ സമിതി പ്രസിഡന്റ് പുറത്താക്കണ്ടേ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തള്ളിപ്പറയണ്ടേ, അദ്ദേഹത്തെ നിയന്ത്രിക്കണ്ടേ? ഇദ്ദേഹം കാറിന് കയറ്റി കൊണ്ടുവെടുക്കുകയാണല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് എന്തുകൊണ്ടാണെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അതായത് പിണറായി വിജയൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണോ, കുടുംബപരമായ കാര്യങ്ങളാണോ, പാർട്ടിപരമായ കാര്യങ്ങളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ കാണുമ്പോഴുള്ള നമ്മുടെ സാമാന്യ ബുദ്ധി, കോമൺ സെൻസ് ഉണ്ടല്ലോ, അതനുസരിച്ച് നമ്മളിത് പറയുന്നത്. മറ്റാര് വിദ്വേഷ പ്രസംഗം നടത്തിയാലും വലിയ പ്രശ്നമുണ്ടല്ലോ? ഇല്ല. പിന്നെ അവര് എന്തൊക്കെയാ ചെയ്യുന്നത്? ഇപ്പോൾ അവരും പറയുന്നത് എന്താ? ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവിടുത്തെ. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ 1000-ഓളം പഞ്ചായത്തുണ്ട്. ഒരു പഞ്ചായത്ത് ജമാഅത്ത് ഇസ്ലാമി ഭരിക്കുന്നില്ല, ഉണ്ടോ? UDF-ന്റെ ഘടകകക്ഷിയാണോ വെൽഫെയർ പാർട്ടി? ആണോ? എങ്ങനെ AK ബാലൻ പറയാ ആഭ്യന്തര വകുപ്പ് ഇവരാണ് കൈകാര്യം ചെയ്യാൻ? ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDF-ന്റെ വെൽഫെയർ പാർട്ടിയായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു. അത് UDF ചെയ്തത് തെറ്റാണ്. അതായത് UDF ചെയ്തത് തെറ്റാണ്. അതായത് വെൽഫെയർ പാർട്ടിയായിട്ടോ ജമാഅത്ത് ഇസ്ലാമിയായിട്ടോ ഒരു നീക്കുപോക്കും UDF ഉണ്ടാക്കാൻ പാടില്ല. അത് തെറ്റാണ്, ഒരു സംശയമില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് മതരാഷ്ട്രവാദമുള്ള പാർട്ടിയാണ്. അവരെ മാറ്റി നിർത്തേണ്ടതാണ്, അതിൽ എനിക്കൊരു സംശയമില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായതായിട്ട് കാണുന്നില്ല. അവർക്ക് 10 സീറ്റ് പോലും കൂടുതലായിട്ട് കിട്ടിയിട്ടുമില്ല. അല്ല, എനിക്ക് അറിഞ്ഞൂടത്. അതായത് ഈ മാറാട് കലാപം പുറത്തു കൊണ്ടുവരാണ് ഇയാൾ ചെയ്തത്, AK ബാലൻ. അത് മാന്തി പുണ്ണാക്കി. തിരുവനന്തപുരം ജില്ലയിലോ ഇടുക്കിയിലോ കോട്ടയത്തോ കൊല്ലത്തോ എറണാകുളത്തോ ഒക്കെ ഈ ഇലക്ഷന് മാറാട് ചർച്ചാ വിഷയമാവും. അത് ബാലൻ്റെ സംഭാവനയാണ്. കാരണം മാറാട് കലാപം നടക്കുമ്പോൾ അതിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ ഒരാൾ പോലും ജമാഅത്ത് ഇസ്ലാമിക്കാരനില്ല. അന്ന് സദ്ദാം ഹുസൈൻ്റെ പേരിൽ ഇവർ ഒന്നിച്ചു നിൽക്കുന്ന കാല. കാരണം അമേരിക്കൻ വിരുദ്ധ പ്രസ്ഥാനമാണ് എന്ത് ജമാഅത്ത് ഇസ്ലാമി, സാമ്രാജ്യത്വ വിരുദ്ധമാണ്. അതൊന്നും ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ സദ്ദാം ഹുസൈൻ ഭരണം കിട്ടിയിട്ട് അവിടെ നശിപ്പിച്ച ഒരു കൂട്ടർ കമ്മ്യൂണിസ്റ്റുകാരാ, വേറൊരു കൂട്ടർ ഇസ്ലാമിസ്റ്റുകളാണ്. അതേ ഇസ്ലാമിസ്റ്റ് ഒന്നുമല്ല. സദ്ദാം ഹുസൈൻ ഇസ്ലാമിസം വിരോധമാണ്. അദ്ദേഹം ബാഴ്സ് പാർട്ടിയുടെ നേതാവാണ്, സൈനികനുമാണ്. മനസ്സിലായോ? രണ്ടും കൂടിയതാ. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇസ്ലാമിസ്റ്റുകൾക്കും എതിരായിട്ട് പ്രവർത്തിക്കുകയും അവരെ അടിച്ചമർക്കുകയും ചെയ്ത ഒരാളാണ് സദ്ദാം ഹുസൈൻ. അതൊക്കെ ഇവിടെ മറന്നു. ഇവിടെ നാട്ടുകാർക്ക് അറിയില്ല ഒന്നും. അതൊക്കെ മറന്നിട്ട് ഇവർ ഒരുമിച്ച് കൂടി. അപ്പം അന്ന് ഈ മാറാട് കലാപം നടക്കുമ്പോൾ CPM-ന്റെ കൂട്ടത്തിലുള്ള കക്ഷിയാണ് ജമാഅത്ത് ഇസ്ലാമി. 1. 2, ഒന്നാം മാറാടിലോ 2ാം മാറാടിലോ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു പങ്കുമില്ല. അതിനൊരു തെളിവുമില്ല. പോലീസ് രേഖകളിലില്ല, കോടതി വിധികളിലില്ല, കമ്മീഷൻ റിപ്പോർട്ടിലില്ല. പിന്നെ എങ്ങനെ ഇത് പറയൽ? അപ്പോൾ അത് പറയുന്നത് മനഃപൂർവ്വം നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി, ചേരിതിരുണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ BJP-യെ സഹായിക്കുന്ന വർത്തമാനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ നിയമമന്ത്രി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പർ ശ്രീ AK ബാലൻ പറഞ്ഞത്. വളരെ അപകടം. അത് മാഷ് ഈ ഒരു വിമർശനം ഉന്നയിച്ചില്ലേ? ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാഷിനെ കുറിച്ച് ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നൊരു കാര്യമുണ്ട്,
മാഷ് ജമാഅത്തെ ഇസ്ലാമി സിമ്പതൈസർ എന്ന് പറഞ്ഞിട്ട് അത് ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഫേസ്ബുക്കിൽ എന്നെപ്പറ്റി വരുന്ന നല്ലതോ ചീത്തയോ ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ നിത്യവിമർശകനാണ്. ഞാൻ അവരുടെ സ്കൂളിൽ പഠിച്ചാണ് ചേന്നമംഗലൂർ. എനിക്ക് അന്നോട്ട് അവരെ അറിയാം. ഞാൻ അതിനായിട്ട് എൻ്റെ പുസ്തകമുണ്ടെന്നേ, ഇസ്ലാമിക രാഷ്ട്രീയം വിമർശിക്കപ്പെടുന്നു പറഞ്ഞാൽ എൻ്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം മാതൃമ അടിച്ചാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ 5-ാം പതിപ്പ് ഇപ്പോഴും വിലയ്ക്ക് കിട്ടും, മാർക്കറ്റിൽ കിട്ടുന്നൊരു പുസ്തകമാണത്. ജമാഅത്തെ ഇസ്ലാമിയെ ഞാൻ വിമർശിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് പറയുന്ന പണിയല്ല എനിക്ക്. കള്ളം പറഞ്ഞിട്ടൊരു ഇതുകൊണ്ട് ആവശ്യമില്ല. CPM വിമർശിക്കുന്നവരെ CPM വിമർശിക്കുന്നു. CPM കള്ളത്തരം പറയാൻ പറ്റും എനിക്ക്? അല്ലെ ജമാഅത്തിനെ വിമർശിക്കുന്നുണ്ട്. കളവ് പറഞ്ഞ എങ്ങനെ വാദമാവൂ? ഞാൻ രാഷ്ട്രീയക്കാരനല്ലല്ലോ. എനിക്കെന്താ കളവ് പറയേണ്ട ആവശ്യം? എനിക്കൊന്നും നേടാനില്ല. എനിക്കൊന്നും നേടാനുമില്ല, ഒന്നും നഷ്ടപ്പെടാനുമില്ല. എനിക്ക് 75 വയസ്സായി. എനിക്ക് ഇനി സ്ഥാനമാനങ്ങൾ കിട്ടാനില്ലല്ലോ, പ്രൊമോഷൻ കിട്ടാനില്ലല്ലോ, ഇനി വൈസ് ചാൻസലർ ആകില്ലല്ലോ. ഞാൻ എന്തിനാ അവരെ പിന്തുണയ്ക്കുന്നത്? ഞാൻ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ച് ഞാൻ നടത്തിയ എത്രയെങ്കിലും സംഭാഷണങ്ങൾ, ഇൻ്റർവ്യൂസ് യൂട്യൂബിലുണ്ട്. ഞാനൊന്നും തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞത്? മാറാട് കലാപം എന്നുള്ള സാധനം ഇനി മാന്തി പുണ്ണാക്കരുത്. 1. 2, നിങ്ങളെ കള്ളം പറയരുത്. ജമാഅത്ത് ഇസ്ലാമി ചെയ്ത തെറ്റ്, ജമാഅത്ത് ഇസ്ലാമി ചെയ്ത തെറ്റാതെ എനിക്കൊരു മടിയില്ല. അവർ കേരളത്തിൽ ആയുധം എടുത്തതിന് ഒരു തെളിവുമില്ല, എൻ്റെ അടുത്തില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ തിരുത്താം. ഞാൻ സിമ്പതൈസർ എന്ന് പറയാം. ഞാനിപ്പോൾ SDP എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, CPM-കാർ കുറേ കാലം ഞാൻ BJP എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അനവധി കാലം പിന്നെ CPM-കാർ ഇപ്പോൾ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് പറഞ്ഞ് ഞാൻ കോൺഗ്രസ് ആണെന്ന് പറയുന്നുണ്ട്. ഞാൻ കോൺഗ്രസ് അല്ല. പിന്നെ ഇത് എപ്പോഴാ 1-ാം പിണറായി സർക്കാരിനെ ഈ 2-ാം പിണറായി സർക്കാരുകൾ എത്രയോ ഭേദമായിട്ടുള്ളൊരു ഭരണമാണ് 1-ാം പിണറായി സർക്കാർ ഉണ്ടായിരുന്നത്. എപ്പോഴാണ് അവർ എനിക്കെതിരായത്, അല്ലെ ഞാൻ അവർക്കെതിരായത്? ഞാൻ കേരളിനെ എതിർത്തു, സിൽവർ ലൈനെ ഞാൻ എതിർത്തു. അതുവരെ എന്നെ കൈരളി ചർച്ചയ്ക്ക് വിളിച്ചിരുന്നല്ലോ. ഞാൻ അവരുടെ ഒരു പ്രഖ്യാപിത ശത്രുവാണ്. കൈരളി ചർച്ചയ്ക്ക് വിളിക്കില്ലല്ലോ. അവിടേക്ക് എൻ്റെ സുഹൃത്തുക്കളാണ്. അവർ വിളിച്ചപ്പോൾ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ഈ ഇലക്ഷനിൽ UDF കൂട്ടുപിടിച്ചപ്പോൾ അതിനെ എതിർത്ത് സംസാരിച്ച ആളാണ് ഞാൻ. അത് ദേശാഭിമാനി കൊടുത്തിരുന്നല്ലോ, കൈരളി ചാനൽ കൊടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിനെ അനുമോദിച്ച് സംസാരിച്ചല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെ ജമാഅത്തിൻ്റെ സിമ്പതൈസർ ആവല്? ഈ ഒരു കണ്ടന്റ് ഒക്കെ എവിടുന്ന് വരുന്നതാണ്? ഈ എഴുത്തുകളൊക്കെ ഏത് സൈബർ ഇടങ്ങളിൽ വരുന്ന എഴുത്തുകളൊക്കെ ഇതിന്റെയൊക്കെ സോഴ്സ് എന്താണ്? എനിക്കറിയില്ല. ഞാൻ എന്നും നേരം കളയാറില്ല. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ വരുന്ന ഒരു കമൻറ്റ് ഞാൻ കാണാറില്ല. നല്ലതുമില്ല ചീത്തയില്ല. എനിക്ക് കാണാൻ നേരമില്ല. പിന്നെ എനിക്ക് അതിനെപ്പറ്റി ഒരു വിഷമമില്ല. എന്താ കാരണം വെച്ചാൽ ചീത്ത കേട്ട് എനിക്ക് നല്ല ശീല. 1970 തൊട്ട് ഇസ്ലാമിക ശരീഅത്തിനെ വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. ഇസ്ലാമിക ശരീഅത്തിനെ വിമർശിക്കുന്ന ഒരാൾക്ക് ജമാഅത്തിന് സിമ്പതൈസറാൻ പറ്റുമോ? ആലോചിച്ചത്. അന്നേ ചീത്ത കേൾക്കുന്നുണ്ട് ഞാൻ. ഇത് ഫസ്റ്റ് വേക്ക് പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ കോൺഗ്രസിനെതിരായിട്ടും CPM-നെതിരായിട്ടും ലീഗിനെതിരായിട്ടൊക്കെ എത്രയെങ്കിലും ഞാൻ പ്രസംഗിക്കുക എഴുതുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ സമയാസമയങ്ങളിൽ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നും കണക്കാക്കിയിട്ടില്ല. ഈ ചീത്ത പറയല്ലാതെ സീരിയസ് ആയിട്ടുള്ള ഇല്ല, എന്നെ ആരും തല്ലാനും കൊല്ലാനും വന്നിട്ട് ഇല്ല, ഒരിക്കലുമില്ല. അതൊരു സംശയമായിരുന്നു. ഇല്ല, ഒരിക്കലുമില്ല. എനിക്ക് ഞാൻ ചേകനൂർ സമരം, ഇപ്പോൾ ചേകനൂർ സമരം നടത്തുന്ന ആള് ജമാഅത്തിന് സിമ്പതൈസറാവോ? ആലോചിച്ച് നോക്ക്. അല്ലെ ജോസഫിന് വേണ്ടി സംസാരിക്കുന്ന ഒരാള്, ജോസഫിന്റെ കൈവെട്ടിയപ്പോൾ കേരളത്തിൽ ആകെ നടന്ന പ്രതിഷേധ പ്രകടനം കോഴിക്കോട്ടാണ്. ഞങ്ങൾ നടത്തിയതാ. ഞാൻ പ്രസിഡന്റാണല്ലോ, മതേതര സമാജമാണ് നടത്തിയത്. അതിൻ്റെ പേര് കേരളത്തിൻ്റെ ലജ്ജാ പ്രകടനം എന്നായിരുന്നു. ഞങ്ങൾ കറുത്ത കൊടിയും പിടിച്ച് കറുത്ത തുണി മുഖത്ത് കെട്ടിയിട്ടാണ് ഞങ്ങൾ പ്രകടനം നടത്തിയത്. ഒരൊറ്റ പരിപാടി കേരളത്തിൽ നടത്തുള്ളൂ. അതിൻ്റെ പിന്നെ ഞാൻ പ്രസിഡന്റായ കമ്മിറ്റിയാണ് നടത്തിയത്. എനിക്കിവരുടെ ഈ മതമൗലികവാദത്തോടെ എങ്ങനെ എനിക്ക് രാജിയാവാൻ പറ്റുക? എന്ത് കാര്യത്തിന്? അല്ല, ഞാൻ അങ്ങനെ ഇവരെ സേവയ്ക്ക് നിൽക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടേ? ജമാഅത്ത് ഇസ്ലാമിയോട് ഭരണത്തിലുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ അതിന് അവർ സിമ്പതൈസർ ആവുന്നത്? ശരിയാണ്. അല്ല, ഒരു ലോജിക്ക് വേണ്ട പറയുന്നതിന്. അതെ. ഞാൻ അതുപോലെ ഇപ്പോൾ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തു എന്നും പറഞ്ഞൊരു പ്രചാര വിലയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ എന്നും എതിർത്ത ഒരാളാണ് ഞാൻ. ഈ വിഷയം പുറത്തു വന്നതോടുകൂടി അന്ന് ആദ്യത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, അദ്ദേഹം വളരെ പ്രതീക്ഷ ഉണ്ടാക്കിയിരുന്ന ചെറുപ്പക്കാരനാണ്, നന്നായിട്ട് സംസാരിക്കും, അദ്ദേഹത്തിന് തെറ്റുപറ്റിയെങ്കിൽ അദ്ദേഹം അത് ഏറ്റെടുക്കണം, അതിന് പിന്നെ ശിക്ഷ ഏൽക്കണം, അദ്ദേഹം രാജിവെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം രാജിവെക്കണം എന്ന്, ശിക്ഷ ഏൽക്കണം എന്ന് പറഞ്ഞ ഭാഗം മുറിച്ചിട്ട് മറ്റേ മാത്രം പ്രചരിപ്പിച്ചു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്തു കാരശ്ശേരി എന്ന് പറഞ്ഞിട്ട്. വല്ലവരും അല്ലേ, KT കുഞ്ഞുകണ്ണൊക്കെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കുന്നത്. എൻ്റെ സുഹൃത്താ കുഞ്ഞുകണ്ണൻ, ഇത്തരം കാരശ്ശേരിമാർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കുഞ്ഞുകണ്ണനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇത് മുറിച്ചാണ് ഈ സാധനം.
ഏത് മാതിരി വെച്ചാൽ വയലാറിൻ്റെ പ്രസിദ്ധമായൊരു വരിയാണ്, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. കൃത്യമാണല്ലോ അർത്ഥം. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ എന്നവിടെ നിർത്തിയാലോ? വയലാർ പറഞ്ഞല്ലേ? പറഞ്ഞാണ്. ഇത് ശരിയാണോ? ശരിയല്ല ആണോ? ഇതൊക്കെ രാഷ്ട്രീയത്തിലോരോ കളികളെപ്പോൾ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പലരും ഞാൻ കോൺഗ്രസ് ആണ്, ഞാൻ മിണ്ടാറില്ല. ഞാൻ കോൺഗ്രസ് അല്ലാന്ന് എനിക്കറിയാം, കോൺഗ്രസ്സുകാർക്കും അറിയാം. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നിരുന്നു. അതിനെപ്പറ്റി ഫേസ്ബുക്കിലുണ്ടെന്ന് ഞാൻ കേട്ടു. എനിക്ക് പൈസ തരാൻ വേണ്ടി ആ പ്രിയങ്ക ഗാന്ധി വന്നു അവിടെ വന്നിരുന്നു. അതെ, അത് ആ ചർച്ച വളരെയധികം സമയം നീണ്ടൊരു ചർച്ചയാണെന്ന് ഞാൻ കേട്ടിരുന്നു. അത് എന്തായിരുന്നു കണ്ടന്റ് എന്ന് പറയാൻ പറ്റുമോ? അതെന്താ, അതിലൊന്നും രഹസ്യമില്ലല്ലോ. എനിക്കെന്ത് രഹസ്യമുള്ളത്? അവർ എന്നെ കാണണമെന്ന് പറഞ്ഞു. വെച്ചാൽ അവർ തന്നെ അവർ സെക്രട്ടറി എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു സന്തോഷം, എപ്പോഴാണ് വരുന്നത്? ഇത്ര ആദ്യം വരുന്നു. അപ്പോൾ വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഒരു ഇതാ, യു ആർ മൈ ടീച്ചർ, ഐ എം എ സ്റ്റുഡൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു, ടെൽ മീ വാട്ട് വി ക്യാൻ ഡു. ചില കോൺഗ്രസ് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി എൻ്റെ അഭിപ്രായം ചോദിച്ചു. ഞാൻ അവരോട് പ്രധാനമായിട്ട് പറഞ്ഞത്, സാംസ്കാരിക രംഗത്ത് ഒരു പണിയെടുക്കാത്തൊരു പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. ഞാൻ ഉദാഹരണം പറഞ്ഞു, നിങ്ങൾക്ക് കേരളത്തിൽ ഒരു കൊള്ളാവുന്ന ചാനലില്ല, ഒരു ദിനപത്രമില്ല, ഒരു വാരികയില്ല, ഒരു പ്രസിദ്ധീകരണശാലയില്ല, നിങ്ങൾക്ക് കൊള്ളാവുന്ന ഒരു സാംസ്കാരിക സംഘടനയില്ല. ഇവിടുത്തെ എഴുത്തുകാരെയോ പാട്ടുകാരെയോ ചിത്രകാരന്മാരെയോ ഗവേഷകന്മാരെയോ പണ്ഡിതന്മാരെയോ നിങ്ങളുടെ പാർട്ടിക്ക് അറിഞ്ഞുകൂടാ. ഇത് കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിനെതിരാണ്. നിങ്ങളുടെ വല്യമ്മയുടെ അച്ഛൻ ജവഹർലാൽ നെഹ്റു വലിയ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം എഴുത്തുകാരെയും എഴുത്തുകാരികളെയും പ്രോത്സാഹിപ്പിച്ച ഒരാളാണ്. സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം. അതൊക്കെ പറഞ്ഞു. അങ്ങനെ 45 മിനിറ്റാണ് അവരെന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് എത്രയായാലും ബുദ്ധിമുട്ടില്ല, 50 മിനിറ്റ് സംസാരിച്ചു. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇതാണ് രാഷ്ട്രീയ സാഹചര്യം സംസാരിച്ചിരുന്നു. രാഷ്ട്രീയ സാഹചര്യം ഞാൻ സംസാരിച്ചു. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു, ഭാഗ്യവശാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിലെ MP ആണ് നിങ്ങൾ. ഉദാഹരണം, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പരിസ്ഥിതിയുടേതാണ്, പ്രകൃതിയുടേതാണ്. അപ്പോൾ ഒരു പരിസ്ഥിതി നയമില്ല കോൺഗ്രസ്സിന്. ഞാൻ പറഞ്ഞു, കേരളത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ സമരം നടന്നത് സൈലന്റ് വാലിയിലാണ്. സൈലന്റ് വാലി സമരം ഞങ്ങൾ ജയിച്ചത് എന്തുകൊണ്ടാണ്? ഇന്ദിരാഗാന്ധി താല്പര്യം എടുത്തുകൊണ്ടാണ്. 76 തുടങ്ങിയ സമരം ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വലിയ ദുരിതം അനുഭവിക്കുന്ന പ്രദേശമാണ് ഇവിടെ വയനാട്. അപ്പോൾ മുണ്ടക്കൈ, ചൂരൽമല, അങ്ങനെ അനവധി ഉരുൾപൊട്ടൽ കാര്യങ്ങളൊക്കെ, ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഒന്നത്. 2, വേറൊരു പ്രശ്നമാണ് ഞങ്ങളുടെ ആദിവാസി പ്രശ്നം. ഇതും അധികം ഇപ്പോൾ അട്ടപ്പാടിയിലുണ്ട്, ഇടുക്കിയിലുണ്ട്, ഹൈ റേഞ്ചിലുണ്ട്. അപ്പോൾ ഇത് വയനാട്ടിൽ വലിയൊരു സമൂഹമുണ്ട് അവരുടെ. അപ്പോൾ ഞാൻ അതിൻ്റെ അവിടെ പണിയരുണ്ട്, കുറിച്യരുണ്ട്, കുറുമരുണ്ട്, മുള്ളുക്കുറുമരുണ്ട്, അടിയാരുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ദളിതരുടെ പ്രശ്നം, പിന്നെ ഒരു പിന്നോക്ക പ്രദേശമാണത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ അതൊക്കെ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ദളിത്, ആദിവാസി, സ്ത്രീ, അവനെ ഇതും പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും അരക്ഷിതവും അനാഥവുമായി തീരുന്നത് സ്ത്രീയാണ്. നിങ്ങളൊരു സ്ത്രീയാണ്. ഞങ്ങളുടെ പാർലമെൻറ്റിൽ ഞാൻ വയനാട് മണ്ഡലക്കാരനാണ്. ഞങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വനിതാ നേതാവാണ് നിങ്ങൾ. അപ്പോൾ അതും കൂടി എനിക്ക് പറയേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അവരൊന്നും എന്നോട് എതിര് പറഞ്ഞില്ല. എല്ലാത്തിനെ പറ്റി അവർ സന്തോഷമായിട്ട് പറഞ്ഞു. വളരെ അവരൊക്കെ എഴുതിയെടുത്തു അല്ലേ. അപ്പോൾ അവരെന്തെങ്കിലും ആലോചിക്കും എന്നാണ് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതിൻ്റെ എന്തെങ്കിലും സ്റ്റെപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ചെന്നിട്ട് എനിക്കൊരു നീണ്ട കത്തയച്ചു. പിന്നെ സംസാരം വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു ഒക്കെ പറഞ്ഞ് എന്നെ വളരെ അനുമോദിച്ചു, ബഹുമാനിച്ചൊക്കെ ഒരു കത്തയച്ചു. ഞാൻ ഒരു മറുപടി അയച്ചു. അല്ല, ഇനി അവർ വല്ലതും ചെയ്യുകയോ എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, ചെയ്യുകയില്ല എന്ന്. അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് എന്നെ കണ്ടിട്ട് ഒരു കാര്യമില്ലല്ലോ. ഞാൻ വിചാരിച്ചാൽ എൻ്റെ ഭാര്യയും കൂടി വോട്ട് ചെയ്യുമോ സംശയം. ഞാൻ ആരോട് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാറില്ല. എന്നെ കൊണ്ടൊരു പ്രയോജനമില്ല. ഞാനൊരു സ്വകാര്യ വ്യക്തിയാണ്, ഒരു പ്രൈവറ്റ് പേഴ്സണാണ്. അപ്പോൾ എന്നെ കണ്ടു, എന്താണ് അതിന് കാരണം എനിക്ക് വാസല അറിഞ്ഞൂടാ, ആരാണ് പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ എൻ്റെ അഭിപ്രായം വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അതിലേക്ക് അറിയാം. വേറെ എനിക്കൊരു യോഗ്യതയില്ല, എൻ്റെ അടുത്ത് പണമില്ല, എൻ്റെ പിന്നിൽ അനുയായികളില്ല, എനിക്ക് നേതാക്കന്മാരില്ല, ഒന്നുമില്ല. ഞാൻ നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പം അനീതി എന്ന് എനിക്ക് തോന്നുന്നതിനെ എന്നെ കൊണ്ടാകുമ്പോൾ എതിർക്കും. അത് ലേഖനമാണെങ്കിലും പുസ്തകമാണെങ്കിലും പ്രസംഗമാണെങ്കിലും ചാനൽ ചർച്ചയാണെങ്കിലും ഇത്ര ഇൻ്റർവ്യൂ ആണെങ്കിലും ഒക്കെ ഇത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല.
ഞാൻ ഇസ്ലാമിലോട്ട് വീണ്ടും വരികയാണെങ്കിൽ ഇസ്ലാമിലെ പുരോഹിതന്മാരെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിടയ്ക്കുണ്ടായ ഒരു സംഭവമാണ്. ഈ മുനവർ അലി തങ്ങളുടെ മകൾ ഫാത്തിമ അവരുടെ ഈ പള്ളികളിലെ സ്ത്രീകളുടെ പ്രവേശനത്തിനെ കുറിച്ചിട്ടൊരു കമൻറ്റ്. 16 വയസ്സുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിക്കെതിരെ വന്നിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് അതുവഴി പാണക്കാട് കുടുംബത്തിനെയും ഒരു ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സമസ്തയിലെ 2 വിഭാഗത്തിലുള്ള ആൾക്കാർ ഈ അറ്റാക്കിന് പിന്നിലുണ്ടായിരുന്നു. അവരെ ഐക്യപ്പെടും. അതെ, അവരുടെ പരസ്പരം എതിർപ്പൊക്കെ മറന്നുപോകും. അതെ, സ്ത്രീ വിരുദ്ധാണത്. അതായത് മുഹമ്മദ് നബിയുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നുണ്ട്. ഇപ്പോഴും ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന പെണ്ണുങ്ങൾക്ക് അറിയാം, മക്കയിലും മദീനയിലുള്ള പള്ളിയിൽ ആണും പെണ്ണും ഒന്നിച്ച് നിന്നാ നിസ്കരിക്കുന്നത്. ഞാനവിടെയൊക്കെ പോയതാ, ഒന്നിച്ച് നിന്നിട്ട് വേറെ ലൈനിലല്ല നിൽക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ പള്ളിയിൽ വരാൻ പാടില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധവും ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യമാണ്. ആ പെൺകുട്ടി പറഞ്ഞത് മുനവർ അലി തങ്ങളുടെ മകളല്ലേ പറഞ്ഞത്, അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. ഈ ഒരു മാറ്റം ഈ മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ ഈ പള്ളിയിൽ കയറണം, അത് ഒരു സമയത്തിന് കാലത്തിനനുസരിച്ച് അതിനൊരു മാറ്റം വരും എന്നുള്ളൊരു ചിന്ത. ലോകത്തിന്റെ പല ഭാഗത്തും മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോകുന്നുണ്ടെന്ന്. ഇപ്പൊ ഇവിടെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയിൽ പോകുന്നുണ്ട്, മുജാഹിദിന്റെ പള്ളിയിൽ പോകുന്നുണ്ട്, സുന്നിയുടെ പള്ളിയിലാണ് പോകാത്തത്. അത് തന്നെ അവർ വെള്ളിയാഴ്ച പോകാത്തത്. മറ്റു സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ അവിടെയൊക്കെ ബോർഡ് കാണാം, യാത്രക്കാരായ സ്ത്രീകൾക്ക് ഇവിടെ സൗകര്യമുണ്ട്, യാത്രക്കാരല്ലാത്ത സ്ത്രീകൾക്ക് എന്താ പോകാൻ പാടില്ലാത്തത്? ആലോചിച്ച് നോക്കും. ഞാൻ ചില പള്ളിയുടെ അടുത്ത് ബോർഡ് കാണാം, യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. യാത്ര ചെയ്യാത്ത ആ നാട്ടിലൊരു പെണ്ണ് എന്താ അവിടെ കയറാൻ പറ്റാത്തത്? അതെന്താ യുക്തി? മക്കയിലാണല്ലോ ഏറ്റവും വിശുദ്ധമായ പള്ളി, അവിടെ പെണ്ണുങ്ങൾ കയറാം എന്നല്ല, അടുത്തടുത്താ നിൽക്കുക. മനസ്സിലായോ? ഇപ്പൊ തവാഫ് എന്നുണ്ട്, ഇങ്ങനെ പ്രദക്ഷിണം, അവിടെ ആണും പെണ്ണും ഒന്നിച്ചാണ്. ഈ തവാഫിൽ ഈ ഹജറുൽ അസ്വദ് എന്നൊരു കല്ലുണ്ട്, ഒരു വിശുദ്ധി കൽപ്പിക്കുന്ന കല്ലാണ്. അതിന് ചുംബിക്കാൻ ഒരു ചടങ്ങുണ്ട്. അതിന് ചുംബിക്കാൻ ആണും പെണ്ണും ഒന്നിച്ചാ മുഖമായിട്ട് വരിക. ഞാൻ കണ്ടതാ അത്. ഞാൻ ആ കല്ല് ചുംബിച്ച ഒരാളാണ് അവിടുത്തെ ചടങ്ങിന്റെ ഭാഗമായിട്ട്. അവിടെ ഒന്നും ഒരു വ്യത്യാസമില്ല. ഈ കുട്ടി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, ഈ പുരോഹിതന്മാർ പറഞ്ഞാൽ തെറ്റ്. ശരി, ഇനി വരികയാണെങ്കിൽ എലക്ഷൻ വരികയാണ്. അത് CPIഎമ്മിൻ്റെ ഇപ്പോൾ ലോക്കൽ ബോഡിയിലുള്ളൊരു സ്ട്രാറ്റജി മൊത്തത്തിൽ അവരുടെ പാളി. ഇനി എന്തായിരിക്കും CPIഎമ്മിൻ്റെ LDFിൻ്റെ ഒരു നയം എന്തായിരിക്കും? എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞൊരു ആളുണ്ടല്ലോ, അതാരായിരിക്കും ഇപ്പം നിലവിൽ? മാഷിന് എന്താ അതിനെക്കുറിച്ച് തോന്നുന്നത്? ഇപ്പോൾ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഗവൺമെന്റ് വേറെ പാർട്ടി വേറെ എന്നാൽ കൂടി ഗവൺമെന്റ് പാർട്ടി ഒന്നായി, അത് രണ്ടും പിണറായി ആയി. ഇതാണ് സംഭവിച്ചത്. സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? പിണറായിയാണ്. വേറൊരു സ്ട്രാറ്റജിസ്റ്റ് ഇല്ല അവർക്ക്. തെളിവ് ഞാൻ പറയാം. ഇപ്പം AK ബാലൻ്റെ പ്രസ്താവന അത് അസംബന്ധമാണെന്ന് ഗോവിന്ദ മാഷക്ക് പറയേണ്ടി വന്നു. പക്ഷെ അപ്പോഴും അതിനെ പിന്തുണയ്ക്കാണ് പിണറായി ചെയ്തത്. വളരെ അസംബന്ധങ്ങൾ മാത്രം, വിദ്വേഷം മാത്രം പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന ഒരിക്കലും അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. ഇതൊക്കെ സ്ട്രാറ്റജി എന്ന് പറയുന്നതാണല്ലോ. അതായത് നിങ്ങൾ ഈ തരത്തിൽ സംസാരിക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെ ഇടയ്ക്ക്, ന്യൂനപക്ഷങ്ങളുടെ ഇടയ്ക്ക് ഇത്തരപ്പോൾ അദ്ദേഹം, ഞാൻ പറഞ്ഞില്ലേ, BJPക്ക് വേണ്ടി BJPയുടെ കളമൊരുങ്ങുന്ന സ്ട്രാറ്റജിയാണ് നടക്കുന്നത്. BJPക്ക് വേണ്ടിയുള്ള കളമൊരുക്കങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രതീകമാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം BJPയുടെ അലയാണെന്നേ ഞാൻ ആവർത്തിക്കാതെ. BDJSൻ്റെ സ്ഥാപകനാണ് വെള്ളാപ്പള്ളി. BDJS എന്ന് പറയുന്നത് NDAയിലെ മോദിയുടെ ഗവൺമെന്റിന്റെ പിന്തുണക്കാരാണല്ലോ NDA എന്ന് പറയുന്നത്. അദ്ദേഹത്തെ എങ്ങനെയാ നവോത്ഥാനത്തിന്റെ ചെയർമാനാക്കി വയ്ക്കുക? അത് നോക്കിയാൽ മതി. സ്ട്രാറ്റജി അതാണ്. അതായത് ഇപ്പോൾ BJP ആയിട്ടാണ് CPIഎമ്മിൻ്റെ കൂട്ട്. അത് ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്ന പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതിൻ്റെ പ്രയോജനം മുഴുവൻ കിട്ടുന്ന അവർക്കാണ്. എല്ലാ നിലപാടും ഉണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, പോലീസിൽ RSSൻ്റെ സ്വാധീനം വളരെ ശക്തമാണ് എന്ന് പറഞ്ഞ ആരാ? ആനിരാജയാണ് പറഞ്ഞത്. ആനിരാജ് ആരാണ്? ഈ ഭരണമുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായി CPIയുടെ അഖിലേന്ത്യാ നേതാവാണ്. ആനിരാജ ചെറിയ ആളല്ലല്ലോ, ഉത്തരവാദിത്തപ്പെട്ട ഒരാളല്ലേ. അപ്പോൾ ഈ പല CPIഎമ്മിൻ്റെ പ്രവർത്തകന്മാർക്കും പോലീസ് സ്റ്റേഷനിൽ പരിഗണന കിട്ടുന്നില്ല, അവരെ നിന്ദിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ടെന്ന് പരാതി ഉണ്ടല്ലോ. അങ്ങനെ പരാതി സംഘപരിവാറിനില്ലല്ലോ. സംഘപരിവാറിന് പോലീസിനെ പറ്റി പരാതിയില്ല. പോലീസിനെ പറ്റി പരാതിയുള്ളത് കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും ചില CPIഎംകാർക്കുമാണ്. ആണോ? അപ്പോൾ BJPക്ക്
ഉള്ള ഇപ്പോൾ ഞാൻ ആളുടെ മറന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 8 നക്സൽ പ്രവർത്തകന്മാരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ശരിയാണ്. അടിച്ചു നോക്കൂ. ഒരു നക്സൽ പ്രവർത്തകനായ രാജനെ പോലീസ് ഉരുട്ടിക്കൊന്ന കേസ് എത്ര കൊല്ലം ചർച്ച ചെയ്ത ഒരു പാർട്ടിയാണ് CPM. അടിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രയോജനം ആർക്കാ? അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉണ്ടായിരുന്നു നക്സലൈറ്റുകളെ ഒതുക്കാനുള്ള. അതിന് കണക്കില്ല. മനസ്സിലായോ? അപ്പോൾ പിന്നെ ഇപ്പോൾ ഞാൻ ഈ BJPക്ക് കളവെടുക്കുക എന്നുള്ളതിൻ്റെ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ആഗോള അയ്യപ്പ സംഗമം എന്തിനാണ് നടത്തുന്നത്? അതിൻ്റെ പ്രയോജനം കിട്ടാൻ പോകുന്നത് BJPക്കല്ലേ? പിന്നെ അതിൻ്റെ പ്രത്യക്ഷമായൊരു ഉദാഹരണമല്ലേ UPയിലെ സന്യാസിയായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നുള്ള ആളെ ക്ഷണിച്ചു. അദ്ദേഹം വന്നില്ല. അദ്ദേഹം സന്ദേശം അയച്ചു. ആ സന്ദേശം ഇവിടെ വായിച്ചു. ആരാത്? ഇത് ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വായിക്കുക അത്. അപ്പോൾ എന്താണ് സ്ട്രാറ്റജി? ഞാൻ പറഞ്ഞത് ശരിയാണോ? ആണോ? അപ്പോൾ ആ യോഗത്തിലേക്കാണ് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയിട്ട് മുഖ്യമന്ത്രി കൊണ്ടുവരുന്നത്. ഇപ്പം എന്താ പറഞ്ഞത്? ഒരു വൃദ്ധൻ നടന്നു പോകുമ്പോൾ കയറ്റിയെന്ന ഈ നടന്നു പോകുന്ന വൃദ്ധന്മാർക്ക് കയറാനുള്ളതാണോ നമ്പർ 1 എന്ന് പറയുന്ന കാറ്? ശരിയാണ്. അതൊക്കെ പ്രതീകങ്ങളാണ്. യോഗി ആദിത്യനാഥിനെ ആദരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വിലമതിക്കുന്നു എന്നാണ് അർത്ഥം. നിങ്ങൾ BJPയുടെ കൂടെയാണെന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ UDF ആണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ UDFനായിരിക്കുമോ LDFനായിരിക്കും ഒരു മേൽക്കൈ ഉണ്ടാകുക? ഇപ്പോഴുള്ള അതായത് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ശക്തമായ സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഭരണവിരുദ്ധ വികാരമാണ്. അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം കഴിഞ്ഞ് ഇതേ സമയത്ത് 5 കൊല്ലം മുമ്പ് ഞാൻ മലയാള മനോരമയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, തുടർഭരണം ഇല്ലാതിരിക്കാൻ നല്ലത്. കാരണം കേരളം രക്ഷപ്പെട്ട എങ്ങനെയാ? LDF UDF LDF UDF ഇങ്ങനെ. ഇപ്പോൾ ഇവർ 33 കൊല്ലം ഭരിച്ചല്ലോ ബംഗാളിൽ, തുടർഭരണം കിട്ടിയല്ലോ. ബംഗാൾ എന്തായെന്ന് നമുക്ക് പറയാലോ. അതിന് പുസ്തകം നോക്കണ്ടല്ലോ. ഇവിടേക്ക് ഇറങ്ങിയാൽ മതിയല്ലോ, പുറത്തേക്ക് ഇറങ്ങിയാൽ മതിയല്ലോ. ഇവിടെ കല്ല് എത്താനും ഇവിടെ താടി പഠിക്കാനും മരുന്നെടുത്ത് കൊടുക്കാനും ഹോട്ടലിൽ ചായ കൊണ്ടുവരാനും പൊറോട്ട അടിക്കാനും ഒക്കെ ബംഗാളിലാണല്ലോ വന്നത്. മനസ്സിലായല്ലോ? തുടർഭരണത്തിൻ്റെ ഏതാണ്ട് 25 കൊല്ലം ത്രിപുരയിൽ ഭരിച്ചു. ഇപ്പം എന്തുണ്ടായെന്നറിയാം. അപ്പോൾ ഇവിടെ എങ്ങനെ? അപ്പോൾ അന്ന് ഞാനത് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നാശമാവരുതെന്ന് വിചാരിച്ചിട്ടാണ്. അത് നമുക്ക് ഇവിടെ കോൺഗ്രസ് വേണം. ഞാൻ കോൺഗ്രസ്സുകാരനായിട്ടല്ല. ഇവിടെ CPM വേണം. ഞാൻ CPM കാരനായിട്ടല്ല. കാരണം നമ്മുടെ ജനാധിപത്യം രക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട 2 പാർട്ടികളാണിത്. അപ്പോൾ എന്താണ് വേണ്ടത്? ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത്രേ ഉള്ളൂ. ഇപ്പോൾ CPM വീണ്ടും അധികാരത്തിൽ വന്നാൽ CPM നശിക്കും. ഇപ്പോൾ അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് നശിക്കും. മനസ്സിലായോ? കാരണം ഇനിയും ഭരണമല്ലാതൊരു പരിപാടി കോൺഗ്രസ്സുകാർക്ക് പറ്റില്ല. അവരിപ്പോൾ 5 കൊല്ലം കൊണ്ട് അവർ 10 കൊല്ലം അവർ സഹിച്ചു. ഇനി അവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ? അവർ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ ഭരണം കിട്ടിയില്ല, വീണ്ടും CPM അധികാരത്തിൽ വന്നാൽ എന്താ ഉണ്ടാവുക? കോൺഗ്രസ്സുകാർ നല്ല ശതമാനം BJP പോകും. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ അഴിമതിയും അഹങ്കാരവും ധിക്കാരവും മൂത്തിട്ട് നശിക്കും. ഇപ്പോൾ ഈ 10 കൊല്ലത്തെ ഭരണം കൊണ്ട് ഏത് അളവിൽ അവരുടെ ഇടയ്ക്ക് അഹങ്കാരം മൂത്തുന്ന്, അഴിമതി മൂത്തുന്ന് നമുക്ക് വ്യക്തമാണല്ലോ. ഇപ്പോൾ സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ എടുത്തു നോക്കുക, ഇപ്പോൾ സ്ത്രീകൾക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കുക, അല്ലെങ്കിൽ SFIയുടെ നേതാവായിരുന്ന ആർഷോൻ്റെ പ്രസ്താവന എടുത്തു നോക്കുക. അങ്ങനെ ഏതെല്ലാം, ഞാൻ ആളുകളുടെ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കരുവന്നൂർ ബാങ്കിൻ്റെ കേസ് അടിച്ചു നോക്കും, അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കേസ്, അങ്ങനെ അല്ലെങ്കിൽ അവിടുത്തെ റോഡിൻ്റെ കാര്യത്തിൽ കാണിച്ചിട്ടുള്ള അഴിമതികൾ, എത്ര അഴിമതികൾ, എല്ലാം കോടതി പോകേണ്ട സ്ഥിതിയാണല്ലോ. ഇപ്പം ഞാൻ പറയുന്നത് ഇവരുടെ കെടുകാര്യസ്ഥയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം. 14 കൊല്ലം ജോലി ചെയ്ത ഒരു അധ്യാപികയ്ക്ക് ശമ്പളം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് അവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. ഇവിടെ ഒരു ഭരണമുണ്ടോ? 3 വട്ടം ഹൈക്കോടതി ശമ്പളം കൊടുക്കാൻ പറഞ്ഞു. ഇവിടെ വേറൊരു അധ്യാപിക ഒരു എയ്ഡഡ് സ്ഥാപനത്തിൽ 5 കൊല്ലം ശമ്പളം കിട്ടാത്തതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്തു. എന്താ ഇത്? ഒരു നാട്ടിലൊരു ഭരണമുണ്ടോ? അനങ്ങിയാൽ കോടതിയിൽ പോകണം, പെൻഷൻ കിട്ടാൻ കോടതിയിൽ പോകണം, ശമ്പളം കിട്ടാൻ കോടതിയിൽ പോകണം, റോഡിൽ മണ്ണിടാൻ കോടതിയിൽ പോകണം, അല്ലേ?
അല്ലേ? കോടതിയാണോ ഈ നാട് ഭരിക്കുന്നത്? ഇപ്പൊ ഈ കേസ്, ഈ ശബരിമല കേസ് കൈകാര്യം ചെയ്യുന്നവരാ? കോടതിയാ, ഗവൺമെന്റ് അല്ല. കോടതിയായി കൈകാര്യം ചെയ്യുന്നത്. എല്ലാത്തിനും കോടതി വേണം. ഞാൻ തമാശയായിട്ടൊരു മീറ്റിംഗും പറയുന്നു, നമുക്കൊരു കോടതി പാർട്ടി ഉണ്ടാക്കണം. കോടതി കൂടുതലായിട്ട് ഇന്റർഫിയർ ചെയ്യാതെ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ശമ്പളം കിട്ടാൻ കോടതി പോകണം എന്ന് പറഞ്ഞാൽ, എനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ കോടതി പോയിട്ട്, കോടതി 3 വട്ടം നിർദ്ദേശം കൊടുത്തിട്ട് എന്താണ് വിധി പുറപ്പെടുവിച്ചിട്ട് അത് നടപ്പായിരുന്നിട്ട് അവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. ഞാൻ വെറുതെ പറയണോ? അത് തെളിവുകളല്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്? അപ്പൊ ആരായി നാട് ഭരിക്കുന്നത്? എന്ത് ഭരണം അവിടെ ഉള്ളത്? പിന്നെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും ഒരു നിലവാരമുണ്ടോ? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? അപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ അവർക്ക് നീതി കിട്ടിയോ? ആലോചിച്ചു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി എന്തൊക്കെയാണ് വരുന്നത്? കേൾക്കാൻ വയ്യ. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട് പാലക്കാട്ടെ MLA പറ്റിയാണ് ഞാനീ കേൾക്കുന്നത്. ഒരു ഓഡിയോയിൽ ഞാൻ കേൾക്കുകയാണ്, തന്നെ കൊല്ലാൻ എനിക്ക് ഏതാനും നിമിഷം മതി. ആ ശബ്ദം തൻ്റേതല്ല എന്ന് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം വിചാരിക്കുന്ന അദ്ദേഹം സ്വതന്ത്ര എന്നാ ജയിക്കുന്ന. ആലോചിച്ചു ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ധിക്കാരം. ഇപ്പോൾ അദ്ദേഹത്തെ പാർലമെൻ്ററി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അന്ന് അദ്ദേഹം സഭയിൽ വന്നു. എന്തൊരു വെല്ലുവിളിയത് സ്വന്തം പാർട്ടിയോട്, മുന്നണിയോട്, ജനങ്ങളോട്, അല്ലേ? യാതൊരു ലജ്ജയില്ലല്ലോ അദ്ദേഹത്തിന്. ഉണ്ടോ? എന്തോ വലിയ മഹത്തായ. ഇപ്പം അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ സ്ത്രീകൾ രംഗത്ത് വരുന്നു. വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും സ്ത്രീകൾ രംഗത്ത് വരുന്നു. അവനൊപ്പം എന്നൊരു പ്രയോഗം, അതിജീവിതനൊപ്പം. അതിജീവിതൻ എന്നൊരു വാക്കുണ്ടായിപ്പോൾ. ഒരു സ്ത്രീ, കോൺഗ്രസിലുള്ള ഒരു സ്ത്രീ ഇയാളെ സപ്പോർട്ട് ചെയ്യാണ്. എവിടെയാണ് നമ്മുടെ സദാചാര ബോധം, നമ്മുടെ ധാർമ്മിക ബോധം? എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ്സുകാരെക്കാട്ടി കൂടുതൽ ലീഗുകാരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് കാണുന്നുണ്ടല്ലോ. എനിക്കറിയില്ല, എനിക്കറിയില്ല. ലീഗിന്റെ പല സൈബർ ഇടങ്ങളിലും രാഹുലിന് വേണ്ടിയിട്ട്. അല്ല, അത് ലീഗുകാരുടെ ആണോ ലീഗുകാരാണെന്ന് അടിക്കുന്നവരാണെന്നും പറയാൻ പറ്റില്ല. സൈബറിൽ ഒരു കാര്യം കണ്ടിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഈ സ്ത്രീയെ പറ്റി പറഞ്ഞു, അവര് പിന്നെ ലൈവിൽ വന്ന് പറയുന്നത് ഞാൻ കണ്ടു. അല്ല, ഒരാള് നേരിട്ട് ഇപ്പോൾ ഒരാളിപ്പം ഒരു പേര് കണ്ടാൽ ഫേസ്ബുക്കിൽ അയാളുടെ ആണെന്ന്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫേസ്ബുക്ക് നമ്മുടെ നാട് നശിപ്പിക്കുന്നത് നവമാധ്യമങ്ങളാണ്. അതിലെന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ആരോട് ചോദിക്കണ്ട. ഇപ്പോൾ ഒരു മുസ്ലിമിന് ഹിന്ദുവായിട്ടോ, ഹിന്ദുവിന് ക്രിസ്ത്യാനിയായിട്ടോ, ഒരു നാസ്തികൻ ആസ്തികനായിട്ടോ തിരിച്ചോ ഒക്കെ അതിൽ അഭിനയിക്കാമല്ലോ. RSSകാരൻ പറയുന്ന പോലെ എന്ന് പറയുന്നതായിട്ട് നടിച്ച് ലീഗുകാരൻ RSSന്റെ വർത്താനം പറയാം, തിരിച്ച് RSSന് ലീഗിൻ്റെ വർത്താനം പറയാം. അങ്ങനെയൊക്കെ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വർത്താനം പറയാം. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ ആ അക്കൗണ്ട് ഒന്നുകിൽ പാസ്പോർട്ടിനോട്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് കാർഡിനോട്, അല്ലെങ്കിൽ തൻ്റെ മൊബൈൽ ഫോണിനോട്, അല്ലെങ്കിൽ പാസ്പോർട്ടിനോട് ബന്ധിപ്പിക്കണം, അല്ലെങ്കിൽ റേഷൻ കാർഡിനോട് ബന്ധിപ്പിക്കണം. പിന്നെ കള്ളത്തരം കാണിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എനിക്ക് എത്ര അക്കൗണ്ട് തുടങ്ങാം? എനിക്ക് സ്ത്രീ ആവാം, പുരുഷനാവാം, ട്രാൻസ്ജെൻഡർ ആവാം, എനിക്ക് കോൺഗ്രസ് ആവാം, BJP ആവാം, ലീഗ് ആവാം, എനിക്ക് ജമാഅത്ത് ഇസ്ലാമി ആവാം, ബജ്റംഗദളാവാം. ഒരു പ്രശ്നമില്ലല്ലോ. അപ്പം ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യം വെച്ച് നമുക്ക് വർത്തമാനം പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ആ സ്ത്രീയെ പറ്റി പറഞ്ഞ് അവർ ലൈവിൽ വന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ് ഞാൻ. അത് അവർക്ക് വേണ്ടി ആരും പറഞ്ഞാൽ അവർ തന്നെ പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അതിജീവിതൻ എന്നൊരു വാക്ക് അവരുണ്ടാക്കി, അവനൊപ്പം എന്നുണ്ടാക്കി. അവൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ അക്രമിക്കൂടെ നടിക്ക് വേണ്ടി ഒരു പരിപാടി കോഴിക്കോട് നടത്തിയിരുന്നു. ഞാനീ പങ്കെടുത്ത ആളാണ്. അതാണ് ഇപ്പോൾ അവനൊപ്പം. ഇപ്പം ആക്രമിക്കപ്പെട്ട സ്ത്രീകൾക്കെതിരായിട്ട് വലിയ സംഘടിത ശക്തി വരികയാണ്. ചാനൽ ചർച്ചകളിൽ അങ്ങനത്തെ ആളുകളുണ്ട്, യൂട്യൂബിൽ അങ്ങനത്തെ ആളുകളുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, വാട്സാപ്പിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടാവും. ഞാൻ അതങ്ങനെ കാണാറില്ല കേട്ടോ. ഈ രാഹുൽ ഈശ്വറിനെ കൊണ്ടുള്ള ആൾക്കാർ സമൂഹത്തിനൊരു ബാധ്യതയാണോ? അതായത് എനിക്ക് അറിഞ്ഞൂടാ, എനിക്കയാളൊരു ചെറിയ പരിചയമുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു സ്ത്രീവിരുദ്ധനാണ് രാഹുൽ ഈശ്വർ. അതാണ് അടിസ്ഥാനം. അദ്ദേഹം പുരുഷാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പാരമ്പര്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഈ സ്ത്രീ പുരുഷ സമത്വം, പൗരാവകാശങ്ങൾ, ജനാധിപത്യ അവകാശങ്ങൾ തുടങ്ങിയുള്ള ഏറ്റവും പുതിയ രാഷ്ട്രീയ മൂല്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പരിമിതികളുള്ള ഒരാളാണ് രാഹുൽ ഈശ്വർ. വളരെ കഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ. പക്ഷെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ഉണ്ടാവും, ഒരു സംശയമില്ല. അപ്പം അദ്ദേഹം ഇലക്ഷൻ മത്സരിക്കാൻ പോകുന്ന ആരോ പറഞ്ഞോട് കോൺഗ്രസിൽ സീറ്റ് വേണമെന്നാണ് പറയുന്നത്. അല്ല, ഉണ്ടാവും. കോൺഗ്രസ് കൊടുക്കില്ലെന്ന് എനിക്കറിയില്ല.
കോൺഗ്രസിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ടെന്നാണ്. അത് എന്ന് ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞാണോ എനിക്ക് അറിയില്ല. ഞാൻ പ്രസ് മീറ്റിൽ പറഞ്ഞതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞ ശരി, ഞാൻ ശ്രദ്ധിച്ചില്ല അത്. ഓക്കെ, ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി എന്തായിരിക്കും? അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ഭാവി ഇനി ഉണ്ടാവുമോ? വളരെ കഷ്ടമാണ്. എന്താ വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി എനിക്ക് വളരെ പ്രതീക്ഷകളുണ്ടായിരുന്നു. അദ്ദേഹം ഒന്നാമത്തെ കാര്യം വളരെ ബുദ്ധിമാനാണ്, സുന്ദരനാണ്, പഠിച്ച ആളാണ്, ഇംഗ്ലീഷും മലയാളമൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ആളാണ്, കാര്യഗ്രഹണ ശേഷിയുള്ള ആളാണ്. പക്ഷെ ഞാൻ തുടക്കത്തിൽ ശ്രദ്ധിച്ചൊരു കാര്യം, അദ്ദേഹം ഒരു അഹങ്കാരിയാണ്. ഒരു ഉദാഹരണം, സംസ്ഥാന മുഖ്യമന്ത്രി അദ്ദേഹം എടോ എന്ന് വിളിച്ചു. ആരും ആരെയും വിളിക്കാൻ പാടില്ല. നിങ്ങൾ സുഹൃത്തുക്കൾ തമ്മിൽ വിളിക്കാം. എനിക്ക് എൻ്റെ സുഹൃത്തിനെ എടോ എന്ന് വിളിക്കാം, ആൾക്ക് എന്നെയും വിളിക്കാം. പക്ഷേ നിങ്ങളൊരു സംസ്ഥാന മുഖ്യമന്ത്രി, നിങ്ങൾ എന്ത് സുഹൃത്താണെങ്കിലും, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വല്യച്ഛനാം വയസ്സിലെ ശ്രീ പിണറായി വിജയനും എടോ എന്ന് വിളിക്കാൻ പാടുള്ളൂ. സംസ്ഥാന മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ ജനാധിപത്യത്തെ പറ്റി നിങ്ങൾക്ക് തരുമ്പും ബഹുമാനം നിങ്ങൾ വിളിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഒറ്റ കാര്യം എടുത്ത് നോക്കൂ, ഒറ്റ കാര്യം. അപ്പം തന്നെ ഞാൻ അമ്പരന്നു. ഇയാൾക്കൊരു വിനയം എന്നുള്ള അടിസ്ഥാന. പിന്നെ അദ്ദേഹത്തെ പറ്റി ഒന്നുള്ള കേസുകൾ, അത് എത്ര എണ്ണം സത്യമാണ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ ഞാൻ കേട്ടതിലൊക്കെ എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഒരു ലൈംഗിക വൈകൃതമുള്ള ഒരാളാണ്. അതായത് മനഃശാസ്ത്രത്തിൽ 2 തരം മനുഷ്യരുണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്ന്, ഇണയെ പീഡിപ്പിച്ചിട്ട് ഇണ കഷ്ടപ്പെടുമ്പോൾ, വേദനിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ അതിൽ ലൈംഗികമായ ആനന്ദം കണ്ടെത്തുന്ന ആളുകൾ, അതിന് സാഡിസം എന്ന് പറയും മനഃശാസ്ത്രത്തിൽ. മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ പരപീഡാരതി എന്നാണ്. വേറൊരു കൂട്ടരുണ്ട് പീഡിപ്പിക്കപ്പെടുന്നതിൽ ആനന്ദിക്കുക, അടി കിട്ടുമ്പോൾ, മുഖത്ത് തുപ്പുമ്പോൾ, ചവിട്ട് കൊള്ളുമ്പോൾ അതിൽ ആനന്ദിക്കുക, അതിൽ ലൈംഗികമായ ആനന്ദം അനുഭവിക്കുക. അങ്ങനത്തെ ആൾ തന്നെ മൊസോക്കിസ്റ്റുകൾ എന്ന് പറയാം, ആത്മപീഡാരതി എന്ന് പറയും. ഈ പരപീഡാരതിയുള്ള ഒരാളാണ് ഇയാൾ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓഡിയോ തൻ്റേതല്ലെന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടില്ല. അദ്ദേഹം പറയുന്നത് എന്താണ്? നിയമപരമായി ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല. ഇതിൽ നിയമപരമായ പ്രശ്നം ഉള്ളതിനേക്കാൾ അധികം ഉള്ളത് ധാർമ്മികമായ പ്രശ്നമാണ്. ധാർമ്മികമായ പ്രശ്നം, മോറൽ ക്വസ്റ്റ്യൻ. അപ്പോൾ അദ്ദേഹം എൻ്റെ നാട്ടിലെ എന്നെയും കൂടി ബാധിക്കുന്ന ഒരു MLA ആണ്. ആ MLAക്ക് ഉണ്ടാവേണ്ട ഒരു സ്വഭാവ ശുദ്ധിയുണ്ട്. അപ്പം കള്ളം പറയരുത്, കക്കരുത്, അഴിമതി കാണിക്കരുത്, സ്ത്രീകളോട് മോശമായി പെരുമാറരുത്, ആരെയും വഞ്ചിക്കരുത് തുടങ്ങിയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ വിവാഹിതയായ സ്ത്രീകളുടെ ദാമ്പത്യ ബന്ധത്തിലുള്ള ചില താളപ്പഴകൾ മുതലെടുത്തിട്ട് അവരെ അദ്ദേഹം അവരുടെ ഭാഷ പറഞ്ഞാൽ വശീകരിക്കാം. അപ്പം എന്താ ചെയ്യുന്നത്? അവൾ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയത്, അവളുടെ സ്ഥലത്താണ് പോയത്, അവളാണ് മുറിയെടുത്തത്, അവളാണ് എന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞാൽ സമ്മതം ഉണ്ട്, കൺസെൻ്റ് ഉണ്ട് എന്ന്. അപ്പം നിങ്ങളാരാ? നിങ്ങൾ ഞങ്ങളുടെ MLA ആണെന്നേ.